ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അബീമിസ് ആണ്. നമ്മളിന്ന് ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അഡാപ്റ്റേഷൻ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഹാബിറ്റാറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റുന്ന, പ്രത്യേക സമയം എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് അഡാപ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ജീവജാലങ്ങളെയും. നമ്മുടെ ഭൂമിയിൽ തന്നെ കുറേ അധികം ജീവജാലങ്ങളില്ലേ. അതായത് ഇപ്പൊ കരയിൽ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ ചൂടുള്ള ഡെസേർട്ടിൽ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല ജീവജാലങ്ങളുണ്ട് അല്ലെ. അതിൽ തന്നെ നിങ്ങൾ ഒരു ഫിഷിനെ ആലോചിച്ച് നോക്കിക്കേ. ഒരു മത്സ്യം അതെവിടെയാണ്? അതിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതേസമയം ഒരു അണ്ണാനോ ഒരു സ്ക്വിറലോ അതിന് മരത്തിലൊക്കെ കീറി നടക്കാൻ പറ്റും. പക്ഷെ ഇത് രണ്ടും രണ്ട് ജീവജാലങ്ങളാണ്. അവർ ജീവിക്കുന്ന സാഹചര്യം രണ്ടാണ് അല്ലെ. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റിയ ചില പ്രത്യേകതകൾ ഉണ്ടാവും, ചില പെക്യുലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഷിനെ എടുത്തു നോക്കാം. അപ്പൊ നിങ്ങൾ അക്വേറിയത്തിലെങ്കിലും ഫിഷിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫിഷ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ആരുമില്ല. ഈ ഫിഷിന്റെ പ്രത്യേകത നിങ്ങൾ എടുത്തു നോക്കിയാൽ ഫിഷിന്റെ ബോഡി എങ്ങനെയുള്ളതാവെന്ന് അറിയോ? അതായത് നമ്മുടെ ഈ ഒരു ബോട്ട് പോലെയുള്ള ഷേപ്പ് ആയിരിക്കും നമ്മുടെ ഫിഷിന്. എന്താണ് ഇനി ബോട്ടിന്റെ ഷേപ്പ്? ഇവിടെ രണ്ട് എൻഡും പോയിന്റഡ് ആണ്. കണ്ടോ, രണ്ട് എൻഡും പോയിന്റഡ് ആണ്. നിങ്ങളൊരു ഫിഷിനെ എടുത്ത് നോക്കിയാൽ ഫിഷിനും ഇതുപോലെ തന്നെ രണ്ട് എൻഡും പോയിന്റഡ് ആണ്. കാരണം എന്താണെന്നറിയോ? എന്നാലാണ് അവർക്ക് വെള്ളത്തിൽ സ്വിമ്മ് ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, രണ്ട് എൻഡും പോയിന്റഡ് ആയിട്ടുള്ള ബോട്ട് ലൈക്ക് ഷേപ്പ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഫിഷിനുള്ളത്. മാത്രമല്ല വെള്ളത്തിൽ അവരെ നീന്താൻ സഹായിക്കുന്ന കുറെ ഫിൻസ് ഉണ്ട്, അതിന് ചിറകുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പെക്യുലാരിറ്റീസ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും, വെള്ളത്തിൽ നീന്തി നടക്കാൻ പറ്റും. അപ്പൊ ഓരോ മത്സ്യത്തിനും എന്താണ്, ബോർഡ് ലൈക്ക് ഷേപ്പ് ആണ്, അതുപോലെ തന്നെ ഫിൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള പെക്യുലാരിറ്റീസ് ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്ന് വിചാരിച്ചാല് വേറൊരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു പശുവിന് ഈ നമ്മുടെ ഈ ഫിഷ് സ്വിമ്മ് ചെയ്യുന്ന പോലെ സ്വിമ്മ് ചെയ്ത് നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ആ വെള്ളത്തിൽ സ്വിമ്മ് ചെയ്യാൻ പറ്റിയ പ്രത്യേകതകളല്ലേ, പെക്യുലാരിറ്റീസ് ആർക്കില്ല? നമ്മുടെ ഈ പശുവിനില്ല. അപ്പൊ മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള, അല്ലെ ഫിഷിന് നമ്മുടെ വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെ നമുക്കൊരു ഓമന പേരിട്ട് വിളിക്കാം. എന്താണെന്ന് അറിയോ? അഡാപ്റ്റേഷൻ. ഓക്കെ, അഡാപ്റ്റേഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള പെക്യുലാരിറ്റീസ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? അഡാപ്റ്റേഷൻ എന്ന് വിളിച്ചല്ലേ. അപ്പൊ ഫിഷിന് മാത്രമാണോ ഈ പെക്യുലാരിറ്റീസ്, ഈ പ്രത്യേകതയുള്ള ഫിഷിന് മാത്രമാണോ? അല്ല. നമ്മളിതാ ഒരു ഫ്രോഗിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഫിഷിനെ പോലെയാണോ ഫ്രോഗ്? അല്ല. ഫ്രോഗ് എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും താമസിക്കുക അല്ലെ. അപ്പൊ ഈ കരയിലും വെള്ളത്തിലും നമ്മുടെ ഫ്രോഗ് എങ്ങനെയാ പോകുന്നത് നമുക്കറിയില്ല. ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. അപ്പൊ ഈ കരയിലും വെള്ളത്തിലും ഇതുപോലെ ചാടി നടക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തുണ്ട് മക്കളെ? ലോങ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട് അല്ലെ, നല്ല നീളമുള്ള കാലുകളുണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേകതയാണ്. മാത്രമല്ല നല്ല സ്ലൈമി ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ബൾജിങ് ആയിട്ടുള്ള ഐസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓർ ലൈക്ക് ലെഗ്സ് ആണ്. എന്താണ് ഈ ഓർ ലൈക്ക് ലെഗ്സ് എന്ന് പറഞ്ഞാൽ? അതായത് തുഴ പോലെയുള്ള കാലുകൾ. ഇത് കണ്ടോ, വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ പറ്റിയ തുഴ പോലെയുള്ള കാലുകൾ, ഓർ ലൈക്ക് ലെഗ്സ് ആർക്കുണ്ട്? ഫ്രോഗിനുണ്ട്. അപ്പൊ ഇങ്ങനെ ചാടി നടക്കാൻ പറ്റിയ, ഇങ്ങനെ ചാടി പോകാൻ പറ്റിയ നീളമുള്ള ലോങ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് വെള്ളത്തിൽ നീന്താൻ പറ്റിയ തുഴ പോലെയുള്ള കാലുകളുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മുടെ ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഇനി ആനിമൽസിന് മാത്രമാണോ അഡാപ്റ്റേഷൻ ഉള്ളത്? അല്ല. നമ്മൾ പ്ലാന്റ്സിനെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഒരു ചെടി കുറച്ചു നേരം, അല്ലെ ആ ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഇതേപോലെ വെള്ളം കൊണ്ടോ അല്ലെ വെള്ളം തങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ആമ്പല് അല്ലെങ്കിൽ ലോട്ടസ് ഒക്കെ ഫുൾ ടൈം വെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നിട്ട് അതെന്തുകൊണ്ടാണ് ചീഞ്ഞു പോകാത്തത്? വെള്ളത്തിലായതുകൊണ്ട് തന്നെ അത് ചീഞ്ഞു പോകാതിരിക്കാനുള്ള പെക്യുലാരിറ്റീസ്, പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇവരെന്താണ്? ദേ ഡോണ്ട് ഡീകേ ഇൻ വാട്ടർ. വെള്ളത്തിൽ എന്ത് സംഭവിക്കില്ല? അത് ഡീകേ ചെയ്ത് അല്ലെങ്കിൽ ചീഞ്ഞു പോകില്ല. മാത്രമല്ല അതിന് ബിഗ് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ലീവ്സ് ആണ് അല്ലെ. അതായത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കാൻ പറ്റിയ നല്ല വട്ടത്തിലുള്ള നല്ല വലിയ ഇലകളല്ലേ നമ്മുടെ ഈ ലോട്ടസിന്റെയും ആമ്പലിന്റെയും ഒക്കെ. എങ്ങനെയാണ്? നല്ല വലിയ വട്ടത്തിലുള്ള ഇലകളാണ്. കാരണം എന്താ? അത് വെള്ളത്തിന്റെ ഇടയിലാണെങ്കിൽ അത് ചീഞ്ഞു പോകും അല്ലെ. അപ്പൊ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കാൻ പറ്റിയ വലിയ ഇലകൾ ആർക്കുണ്ട്? നമ്മുടെ ലോട്ടസിനുണ്ട്. അപ്പൊ ഇതും എന്താണ്?
ലോട്ടസിന്റെ അഡാപ്റ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാന്റ്സിനും ആനിമൽസിനും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റിയ ചില പെക്യുലാരിറ്റീസിന്റെ മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേക തരമായിട്ടുള്ള പെക്യുലാരിറ്റീസ്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും ഓരോ ജീവജാലങ്ങൾക്കും. ആർക്കുണ്ടാവും? പ്ലാന്റ്സിനും ആനിമൽസിനും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സറൗണ്ടിങ്സിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ അവർക്കുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓരോ ഓർഗാനിസത്തിനും അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന അവര് താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് ഇതുപോലെയുള്ള എന്താ ഉണ്ടാവും? അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഓരോ ജീവജാലങ്ങൾക്കും അത് താമസിക്കുന്ന ചുറ്റുപാടില് അവർക്ക് വേണ്ട പെക്യുലാരിറ്റീസോ അല്ലെങ്കിൽ പ്രത്യേകതകളോ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന ഒരു വീട് അല്ലെ, നമ്മളൊരു വീട്ടിലായിരിക്കില്ല, എല്ലാവർക്കും ഒരു വീടുണ്ടാവും. നമ്മൾ താമസിക്കുന്ന ഈ വീടിനെ നമ്മൾ എന്ത് പറയാം? നമുക്കിതിനെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയാം. ഓക്കെ, ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ താമസ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീട് എന്ന് ഇതിന് അർത്ഥമുള്ളൂ. അപ്പൊ നമ്മൾ രാവിലെ സ്കൂളിലൊക്കെ പോയി അല്ലെ കളിക്കാനൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് എവിടെ പോയാലും എന്നും നമ്മൾ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ വന്നല്ലേ കടന്നുറങ്ങാറുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സും സിബ്ലിങ്സും എല്ലാം ഉള്ളത് എവിടെയായിരിക്കും? നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ വന്നാണ് കിടന്നുറങ്ങാറ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഓരോ ജീവജാലങ്ങളെ എടുത്തു നോക്കിയാൽ ബേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് നെസ്റ്റ് ഉണ്ടാവും അല്ലെ, അവർ കൂടുകൂട്ടി അതിലാണ് അവർ മുട്ടയിടുന്നത്. ഇനി അതല്ല ഇൻസെക്ട് ആണെന്നുണ്ടെങ്കിലോ അവർ ഏതെങ്കിലും മരത്തിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത്. അപ്പൊ ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് എന്താണ്? അവർക്ക് ജീവിക്കുന്ന ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു താമസ സ്ഥലം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പക്ഷികളുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാല് പക്ഷികൾ ഏതെങ്കിലും മരത്തിലാണ് കൂട് കൂട്ടുന്നത് അല്ലെ, ആ മരത്തിൽ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ഷെൽട്ടർ കിട്ടും, അവർക്ക് താമസ സ്ഥലം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടുന്ന് ഫുഡ് കിട്ടും. അപ്പൊ ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് എന്തുണ്ടാവും? ഒരു താമസ സ്ഥലം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു പോണ്ടാണ് അല്ലെ. ഇവിടെ എന്താണ്? ഒരു കുളം കാണുന്നുണ്ട്. ഈ കുളത്തിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രോഗ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു ഫ്രോഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു തുമ്പി ഉണ്ട് അല്ലെ, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊസ്കിറ്റോ ഉണ്ട്. ഓക്കെ, മൊസ്കിറ്റോ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ സ്പൈഡറിനെ കാണാം. പിന്നെ എന്തുണ്ട്? കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ കാണാം. അപ്പൊ ഇത്രയും ഈ ഒരു പോണ്ട് എടുത്ത് നോക്കിയാൽ അല്ലെ, ഒരു കുളം എടുത്ത് നോക്കിയാല് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാം. ഇനി വെള്ളത്തിൽ ആരുണ്ടാവും? ഫിഷ് ഉണ്ടാവും അല്ലെ. വെള്ളത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഫിഷസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങൾ ഉണ്ടാവും. ഇനി ഈ ഒരു പോണ്ടില് ഇത്രയും ജീവനുള്ള ആൾക്കാർ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്? റോക്ക് ഉണ്ട്, പാറയുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ. പിന്നെ ഇവിടെ എന്തുണ്ടാവും? എയർ ഉണ്ടാവും അല്ലെ, എയർ ഉണ്ടാവും. പിന്നെ ലൈറ്റ് ഉണ്ടാവും, സൺലൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ കണ്ടു. അപ്പൊ ഈ ഒരു പിക്ചറിൽ ജീവനുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. ഓക്കെ, ജീവൻ ഉണ്ടായിരുന്ന ആർക്കൊക്കെയാണ്? നമ്മുടെ ഫ്രോഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മൊസ്കിറ്റോ ഉണ്ടായിരുന്നു, പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്താണ്? ജീവനുള്ള ആൾക്കാരായിരുന്നു അല്ലെ. ഇതിൽ ജീവനുള്ള ആൾക്കാരായിരുന്നു. ഈ ജീവനുള്ള ആൾക്കാരെ നമുക്കൊരു പേരിട്ട് വിളിക്കാം. എന്താണതെന്ന് അറിയൂ? ബയോട്ടിക് കമ്പോണൻസ്. എന്താണ് ഇനി ബയോട്ടിക് കമ്പോണൻസ്? ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ബയോട്ടിക് കമ്പോണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ജീവനുള്ളവർ. അപ്പൊ ഈ ഒരു പിക്ചറിൽ നമ്മുടെ ബയോട്ടിക് കമ്പോണൻസ് ആരായിരുന്നു? അവിടെ ജീവനുള്ള ആൾക്കാരാണ് ബയോട്ടിക് കമ്പോണൻസ്. ഇനി ജീവൻ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള റോക്ക് അല്ലെങ്കിൽ വാട്ടർ, അതും അല്ലെങ്കിൽ സൺലൈറ്റ്. ഇതൊക്കെ എന്താണ്? ജീവൻ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? എബയോട്ടിക് കമ്പോണൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഹാബിറ്റാറ്റില് ജീവനുള്ള ആൾക്കാരും ഉണ്ടാവും, ജീവനില്ലാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലെ. അപ്പൊ ജീവനുള്ള ആൾക്കാരും ജീവനില്ലാത്ത ആൾക്കാരും കൂടെ ഒന്നിച്ച് ഇന്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഹാബിറ്റാറ്റിൽ ഉണ്ടാവുക. ആ വെള്ളം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ ജീവനില്ലാത്ത എബയോട്ടിക് കമ്പോണൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ബയോട്ടിക് ആയിട്ടുള്ള ജീവനുള്ള ആൾക്കാരുള്ളത്. അപ്പോൾ ബയോട്ടിക് കമ്പോണൻസും എബയോട്ടിക് കമ്പോണൻസും ഒന്നിച്ച് ഇന്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എവിടെയുള്ളത്? ഒരു ഹാബിറ്റാറ്റിൽ ഉള്ളത്. നമ്മുടെ പോണ്ട് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ,
സോ നമുക്ക് നോക്കാം. ലിവിങ് തിങ്സിനെ നമ്മൾ എന്ത് പറയും? ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും. നോൺ ലിവിങ് തിങ്സിനെ നമ്മൾ എന്ത് പറയും? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ജീവനുള്ളവരും ഉണ്ടായിരുന്നു, ജീവൻ ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സറൗണ്ടിങ്സിനെ, ഓർഗാനിസംസ് കാണുന്ന ഈ ഒരു സറൗണ്ടിങ്ങിനെ നമുക്ക് ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഒരു ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ കണ്ടത്. പോണ്ട് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാറ്റ് ആണ്. അതുപോലെ ഫോറസ്റ്റ് ഒരു ഹാബിറ്റാറ്റ് ആണ്, ഓഷ്യൻ ഒരു ഹാബിറ്റാറ്റ് ആണ്, ഡെസേർട്ട് ഒരു ഹാബിറ്റാറ്റ് ആണ്. ഇതൊക്കെ ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഓർഗാനിസംസ് കാണുന്ന ആ ഒരു സറൗണ്ടിങ്സിനെ നമുക്ക് ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഈ ഒരു ഹാബിറ്റാറ്റിൽ ഇപ്പൊ പക്ഷികള് നമ്മുടെ മരത്തില് കൂട് കൂട്ടുന്നത് പോലെ അവർക്ക് ഫുഡും ഷെൽട്ടറും വാട്ടറും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അവർ കാണുന്ന ആ ഒരു ഹാബിറ്റാറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഓർഗാനിസംസിന് ഫുഡും വാട്ടറും ഷെൽട്ടറും ഒക്കെ എവിടെ ഉണ്ടാവും? ഈ ഹാബിറ്റാറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇവരുടെ ഈ ഒരു താമസ സ്ഥലത്തിനെയാണ്, ഒരു ഹാബിറ്റാറ്റിനെയാണ് നമ്മൾ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഓർഗാനിസം എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസം ഒരു ഹാബിറ്റാറ്റിൽ മാത്രമല്ല കാണുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത് വാട്ടറിലായിരിക്കും കാണുന്നത്. അതുപോലെ ഫ്രോഗ് എന്ന് പറയുന്നത് വാട്ടറിലും ചിലപ്പോൾ ലാൻഡിലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഓർഗാനിസം ഒരു ഹാബിറ്റാറ്റിൽ മാത്രമല്ല, പല ഹാബിറ്റാറ്റിലും എന്തുണ്ടാവും? ഒരു ഓർഗാനിസം ഉണ്ടാവും. അപ്പൊ എന്താണ് ഹാബിറ്റാറ്റ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പൊ ലിവിങ് തിങ്സ് ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ജീവനുള്ളവരെ നമുക്ക് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയാം. ജീവൻ ഇല്ലാതിരുന്ന റോക്ക്, സോയിൽ, എയർ, വാട്ടർ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? എബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഹാബിറ്റാറ്റ്, എന്താണ് ബയോട്ടിക് കമ്പോണൻസ്, എന്താണ് എബയോട്ടിക് കമ്പോണൻസ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സൺലൈറ്റും ഹീറ്റും ഒക്കെ എന്താണ്? എബയോട്ടിക് ആണ്, അവർക്കൊന്നും ജീവനില്ല. അപ്പൊ ഈ ബയോട്ടിക് കമ്പോണൻസും ഹെബയോട്ടിക് കമ്പോണൻസും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്താണ് അഡാപ്റ്റേഷൻ എന്ന് മനസ്സിലായി, ഹാബിറ്റാറ്റ് എന്താണെന്ന് ക്ലിയർ ആയി, ബയോട്ടിക് കമ്പോണൻസും എബയോട്ടിക് കമ്പോണൻസും എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സാൻഡ് എന്ന് പറയുന്നത് ബയോട്ടിക് കമ്പോണന്റ് ആണോ എബയോട്ടിക് കമ്പോണന്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇതുപോലെയുള്ള കണ്ടന്റ്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.